ശ്രീ ഷാജി പാണ്ഡ്യാല, പാർട്ടി സമ്മേളനങ്ങളിൽ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് സംസ്ഥാന സമ്മേളനവും കോൺഗ്രസും വരെ ചർച്ചയുണ്ടാവും, വിമർശനമുണ്ടാവും, സ്വയം വിമർശനമുണ്ടാകും എന്നാണ് ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വളരെ സ്വാഭാവികമാണ്. എനിക്കറിയില്ല, കാര്യം ഞാൻ ഈ പാർട്ടി സമ്മേളനങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. പാർട്ടി സമ്മേളനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, പാർട്ടി കോൺഗ്രസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണമാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? അതിനകത്ത് ഒരു വിഷയം പ്രൊഫസർ ജയരാജ് ഒരു വിഷയത്തെ വളരെ സിംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാർട്ടി ബ്രാഞ്ച് തൊട്ട് പാർട്ടി കോൺഗ്രസ് വരെ നടക്കുന്ന സമ്മേളനങ്ങളിൽ വരുന്ന ചർച്ചകൾ സത്യത്തിൽ അതായത് പ്രത്യയശാസ്ത്രബന്ധിതമായ ചർച്ചകളാണ്. ഈ പ്രത്യയശാസ്ത്രബന്ധിതമായിരിക്കുന്ന ചർച്ചകളെ കൈയൊഴിയുകയും അതിനെ വിഭാഗീയത എന്ന പേരിലേക്കായി ഒരു ഓമന പേരിട്ട് വിളിക്കുകയും ചെയ്തതോടെ പാർട്ടി എന്ത് ചെയ്യുകയാണ്? പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾക്ക് പൂർണ്ണ വിരാമം ഇടുകയാണ് ചെയ്തത്. ഈ പൂർണ്ണ വിരാമം ഇവിടെ വെച്ച് ആരംഭിക്കുന്നു. ഈ ആരംഭിക്കുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പാർട്ടിയിൽ അധികാരം പിടിച്ചതോടുകൂടിയാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അതുവരെ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളെ ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, അയാൾക്ക് പാർട്ടി എന്താണെന്ന് അറിയില്ല, സംഘടന എന്താണെന്ന് അറിയില്ല, പ്രത്യയശാസ്ത്രം എന്താണെന്ന് അറിയില്ല, മാർക്സിയൻ ഫിലോസഫിയെ കുറിച്ച് ബാലപാഠം പോലും അയാൾക്ക് അറിയില്ല. ഇതൊന്നും അറിയാത്ത ഒരാൾ അധികാരം പിടിച്ചപ്പോൾ കാണിച്ചിരിക്കുന്ന ഉന്മാദവും ഭ്രാന്തുമാണ്. അയാൾ ഇതിനെ വിളിച്ചിരിക്കുന്ന പേരാണ് പാർട്ടിയിൽ വിഭാഗീയത. ഈ വിഭാഗീയതയുടെ ഭാഗമായാണ് രണ്ട് പേരുകൾ വരുന്നു. ഒരു ഭാഗത്ത് വി എസ് അച്യുതാനന്ദൻ, മറ്റൊരു ഭാഗത്ത് ഈ പറയുന്ന വിജയന്റെ പേരും വരുന്നു. ഇയാൾക്ക് ഈ പാർട്ടിയിൽ എന്താണ് പങ്ക്? എന്താണ് ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത്? ഈ വിജയൻ എന്ന് പറഞ്ഞ പങ്ക് എന്താണ്? ഈ പാർട്ടിക്കകത്ത് എന്താണ് പങ്ക്? 1986 MBR പാർട്ടിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടതിന് ശേഷം ഉറങ്ങിയിട്ട് കടക്കയിൽ വീണിരിക്കുന്ന ആളാണ് ഇയാൾ. അല്ലാതെ ഇയാളൊരു കേററി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇയാൾ നയിച്ചിരിക്കുന്ന സമരത്തിന്റെ പേര് പറയാമോ? ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? മറുഭാഗത്ത് വരുന്നു വിയാസ്, ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോജ്വലനായ സമരനായകൻ. 1964 പാർട്ടി CPIM അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി വന്നിട്ടുള്ള അവസാനത്തെ കണ്ണിയാണ് വേരറ്റ് പോയത്. അതോടെ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ തർക്കങ്ങൾക്ക്, വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക് ഷട്ടർ വീണിരിക്കുന്നു. ഈ ഷട്ടർ വീഴ്ത്തുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്ന സാധനം വിഭാഗീയത വന്നു. അങ്ങനെ അവസാനം പറയുകയാണ് വിഭാഗീയത അവസാനിപ്പിച്ചു. എന്താണ് വിഭാഗീയത അവസാനിപ്പിച്ചത്? ഒറ്റ വിഷയത്തിലാണ്. VS അച്യുതാനന്ദനെ പ്രതിനിധീകരിക്കുകയോ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളെ ഒന്നൊന്നായി ഇതിനകത്ത് സാക്ക് ചെയ്തു. ഈ സാക്ക് ചെയ്തതിന്റെ ഫലമായി ആ മനുഷ്യൻ എന്ത് ചെയ്തു? പിറകിൽ നിന്നും മുൻപിൽ നിന്നും മാറി കുത്തി. എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഇയാൾ ഇന്നലെയോ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താണ് പറയുന്നത്? VS ഉജ്ജ്വലനായ സമര. ഉളുപ്പുണ്ടോ ഈ മനുഷ്യനെ സാധനം ചെയ്യാൻ? ഉണ്ടോ? ഈ പറയുന്ന മനുഷ്യനെ കുറിച്ച് പുന്നപ്ര വയലാറിന്റെ ഭാഗമായി കോട്ടയത്ത് വെച്ച് കാലിന് ഏറ്റിരിക്കുന്ന ബാലറ്റ് കൊണ്ടുള്ള കുത്ത്, അതൊരു സാധാരണ കുത്തല്ലല്ലോ. ആ കുത്തിന് ഇയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താ? ഒരു കുത്ത് കിട്ടിയ അത്രയേ ഉള്ളൂ. എന്നാൽ ഇയാൾ അടിയന്തരാവസ്ഥയിൽ വാങ്ങിയിരിക്കുന്ന അടി എന്ന് പറഞ്ഞ സംഭവത്തിന് വല്ല ബടായി പറ്റല്ലേ ഇയാൾ ഇപ്പോഴും നടക്കുന്നത് അല്ലേ? ഇപ്പോഴും പറഞ്ഞ് നടക്കുന്ന സാധനമല്ലേ? അപ്പൊ ഇത്തരത്തിൽ അസംബന്ധങ്ങളായി പറഞ്ഞ്, എന്നിട്ടോ ചരിത്രം എന്തെന്നറിയാത്ത VS സമരം നയിക്കുമ്പോൾ പിറന്നിട്ട് പോലും ഇല്ലാത്ത, അതായത് VS സമരം നയിക്കുന്ന ഘട്ടത്തിൽ ഈ വിളിച്ചിരിക്കുന്ന രണ്ടുപേർ, ആരോപണ വിധേയരാണെന്ന് പറയുന്ന രണ്ടുപേർ, ഈ രണ്ടുപേരുടെയും അച്ഛനും അമ്മയും വിവാഹം കഴിക്കണമെന്ന് ആലോചിക്കുക പോലും വിചാരിക്കുന്ന കാലത്താണ് VS അച്യുതാനന്ദൻ പാർട്ടിയുടെ കൊടി പിടിച്ച് സമരം നടത്തുന്നത്. അതിനകത്തിരിക്കുന്ന ഒരാൾ ആര്? ഈ രണ്ട് കക്ഷികൾ VS ക്യാബിനറ്റ് പരിപാടി നടത്തുകയാണ്. VS അത് ഓൺ ചെയ്തിട്ടാണ് പരസ്യമായി സമ്മേളനത്തിൽ വെച്ച് VS പറഞ്ഞു. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞു, തൂക്കുകയറിന് ഭയക്കാത്തവരെ ഈ മാതിരി പ്രസ്താവന നടത്തി ഭയപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അത് പറയാതെ VS പറയുമോ? പറയുന്നത് ആരാണ്? VS ആണ്. ഇവിടെയാണ് ഞാൻ പറയുന്ന വിഷയം. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വാസ്തവത്തില് വളരെ ഗൗരവകരമായ ഒരു ഞാൻ പറയാണ്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ നെക്രോഫീലിയ മാനസികാവസ്ഥയാണ്. ഈ നെക്രോഫീലിയ മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് TP ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടി കൊല്ലുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക? ഒരു മനുഷ്യന്റെ ജൈവഘടനയെ തകർത്ത് തമ്പൂറാക്കി കളയുക. ഈ തകർത്ത് തമ്പൂറാക്കി കളയുന്നതിന്റെ ഭാഗമായാണ് രാഷ്ട്രീയത്തിന് ബാലപാഠം പോലും അറിയാത്ത കുട്ടികളെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് പാർട്ടി സമ്മേളനത്തിൽ ഇവർ ഡെലിഗേറ്റ് ആയത് എങ്ങനെയാണെന്ന് പോലും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഇവരെ കൊണ്ട് എന്ത് വിളിപ്പിക്കുകയാണ്? VSന്റെ സമരം ആരംഭത്തെ പുച്ഛിക്കുക. കാരണം ഇയാൾക്ക് അത് വിളിക്കാൻ കഴിയില്ല. കാരണം ഇയാൾ സമരനായകനല്ല, ഒരു സമരവും നയിച്ചു എന്ന് പറഞ്ഞത് രണ്ട് സമരമാണ്. അത് ഒരു സമരം പറയുന്നത് പെർളശ്ശേരി സ്കൂളിൽ നടത്തിയിരിക്കുന്ന സമരമാണ്. ഗർഭിണിയായിരിക്കുന്ന നമ്മുടെ ദേശാഭിമാനിയുടെ പഴയ
മാനേജർ അയക്കുന്ന പി അനന്താട്ടന്റെ ഭാര്യയും കൂടിയായിരിക്കുന്ന കാർത്തിയാനി ടീച്ചർ എന്നെ പഠിപ്പിച്ചില്ല വേലശ്ശേരി സ്കൂളിൽ. ആ കാറ്റാൻ ടീച്ചർ ഉൾപ്പെടെയുള്ള കൂടെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുണ്ടായിരിക്കുന്ന സൈറ്റ് ടീച്ചർ, പിന്നെ എയ്യോ നാണുമാഷയുടെ ഭാര്യ അയക്കുന്ന ലീല ടീച്ചർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ശാന്ത ടീച്ചർ മരിച്ചുപോയി. ഈ പറയുന്ന ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സ്കൂളിന്റെ മുറിയിൽ പൂട്ടിയിട്ട് നിലവിളിച്ചപ്പോഴാണ് ഈ ഗർഭിണിയായിരിക്കുന്ന ടീച്ചർക്ക് മൂത്രമൊടിക്കാൻ സംവിധാനമാണെന്ന് പറഞ്ഞപ്പോ കുപ്പി കൊടുത്ത വിദ്വാനാണ് വിദ്വാൻ. അറിയോ നിങ്ങള്? ഞാൻ ഈ ചാനലിൽ ഒരു തവണ പറയാം, കുപ്പി അതാണ് അയാൾ നടത്തിയ ഒരു സമരം. രണ്ടാമത്തെ സമരം ഏതാണെന്ന് അറിയുന്നത്? രണ്ടാമത്തെ ഇടക്കിടവിന്റെ അടുത്ത് നടത്തിയിരിക്കുന്ന തോണിയുടെ സമരമാണ്. എന്താ ഇപ്പം കോളേജിലേക്ക് പോകുമ്പോൾ പൈസ കൊടുക്കില്ല. അതിന് ദമ്മാണ് അന്നും. അതിൽ അമ്രുമാൻ എന്ന് പറഞ്ഞാൽ ഇവരെ തായിട്ട് കളിച്ചു ഇതിനകത്ത്. അതിന്റെ മുകളിലാണ് തോണി മുക്കിയത്. ഈ തോണി മുക്കിയ സമരമാണ് 2 തവണ. അല്ലാതെ ഏത് അടിസ്ഥാനപരമായ ജനജീവിതത്തിന്റെ സമരത്തെ അഡ്രസ് ചെയ്തിരിക്കുന്ന സമരനായകനാണ് ഇയാൾ. ഏത് സമരത്തെ ഇയാൾ പങ്കെടുത്തിട്ട് വിളിച്ചിരിക്കുന്ന ഏതെങ്കിലും ജാഥയുടെ പേര് പറ നിങ്ങൾ. ബാക്കി സമരം ഇല്ലാതെ വിട്. നെഞ്ചിൽ തട്ടി പ്രകമ്പനം കുളിക്കുന്ന മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ ഇയാള്? ഇതൊന്നും വിളിക്കാത്ത ആളാണ് ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നറിയോ? പ്രത്യേക ശാസ്ത്രപരമായ ഒരു വിഷയവും സംസാരിക്കാൻ പോലും അറിയാതെ അത് വിഭാഗീയത മാത്രമാക്കിയിട്ട് ഞാൻ ചുരുക്കിയതിന്റെ മഹാദുരന്തമാണ് വാസ്തവത്തിൽ ഇന്ന് ഈ പാർട്ടി അനുഭവിക്കുന്ന വിഷയം. ഏറ്റവും ഭീകരമായിരിക്കുന്ന വിഷയം അതാണത്. ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ നമ്മൾ പാർട്ടി കോൺഗ്രസിനകത്തോ പാർട്ടി തമ്മിൽ ചർച്ച നടക്കാന്ന് പറയുമ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ മൊത്തത്തിൽ എന്താ സത്യത്തിൽ നടക്കുന്ന സംഭവം എന്താണ്? ഈ പാർട്ടി നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചർച്ച നടത്തുന്ന എത്ര ആളുകൾ ഇതിനകത്തുണ്ട്? എത്ര ആളുകളുണ്ട് ഈ പാർട്ടിക്കകത്ത്? പകരം എന്താണ്, എന്റെ ആധിപത്യമാണോ വലുതാക്കേണ്ടത്? അതല്ല VS-നുണ്ട് എന്ന് പറയാവുന്ന രാഷ്ട്രീയ സ്വാധീനത്തെ തകർക്കണമോ? ഇതാണ് ചോദ്യം. ആ തകർക്കണമെന്ന് പറയുന്ന സംഭവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന വൃത്തികേടുകളാണ് വാസ്തവത്തിൽ VS മുമ്പിലും പിറകിൽ നിന്നും കുത്തേറ്റ് ഇവിടെ ചോരവാർന്ന് വീണപ്പോൾ പോലും ആ വീഴ്ച എല്ലടോ ഞാൻ വീടില്ല, പകരം മഹാപുരുഷാരം എന്റെ പിറകിലുണ്ട് എന്ന് കാണിച്ചിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായാണ് അയാൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുന്ന പോസ്റ്റ്. ആ പോസ്റ്റ് മാത്രം എന്താണെന്നറിയോ? ഈ ബഹുജന സഞ്ചയം കണ്ട് ഭയന്നിരിക്കുന്ന ഒരു ഭീരുവിന്റെ വിഭ്രാന്തമായ മനസ്സിന്റെ പ്രകടീകരണമാണ് വാസ്തവത്തിൽ ആ പോസ്റ്റ്. അല്ലെന്ന് പ്രൊഫസർ ജയരാജ് എന്നോട് പറയട്ടെ എന്നോട്. നമ്മൾ കാണേണ്ട വിഷയം ഞാൻ ഇത്ര വികാരപരമായി പറയേണ്ട കാര്യം എന്താ പറയുന്നത്? ഒറ്റ വിഷയം കൊണ്ട് മാത്രമാണ്. VS എന്ന് പറയുന്ന ഒരാള് നിങ്ങൾക്ക് ആർക്കും കോട്ടിയടിക്കാനുള്ള ഒരാളല്ല അല്ല. VS ഞാൻ CMPയുടെ പ്രവർത്തനമായിരിക്കുന്ന VS ഞങ്ങൾ നഗരശികാരന്റെ വേറെ വിഷയമാണ്. പക്ഷേ 5 നയാ പൈസ കറപ്ഷൻ ആരോപണം ഇന്നേ വരെ VS-നെതിരെ ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ VS-നെതിരെ ഏറ്റവും ജഗുപ്സാവകമായിരിക്കുന്ന ഒരു പ്രസ്താവന നടത്തുന്ന ആളുണ്ടല്ലോ ഇന്ന് ഈ കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് ഇല്ലേ, കൊട്ടാരക്കരയിലുള്ള. അതിന് VS-ന് മറുപടി കൊടുക്കാൻ VS-ന് മറുപടി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോ VS അപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താ? നെല്ലിയാമ്പതിയിലുള്ള കുടിയിറക്ക് വിഷയത്തിനകത്ത് അയാൾ കൃത്യമായിരിക്കും രാഷ്ട്രീയ നിലപാട് എടുത്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് ശരിയായ നിലപാടാണ്. അതുകൊണ്ട് ഞാനുമായുള്ള വ്യക്തിപരമായ വിഷയമാക്കി ചുരുക്കരുത്. അവിടെയാണോ ഈ VS-ന്റെ ഗിരിമ? അതാണ് VS-ന്റെ ഗിരിമ. ഈ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? അത് വ്യക്തിപരമായ വിഷയമായി കാണും. അയാൾ സർവ്വതും വ്യക്തിപരമായി കാണുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നെക്രോഫീലിയ മാനസിക രോഗിയാണ് അയാൾ എന്ന ആക്ഷേപം ആരെങ്കിലും ഒരാൾ ഈ മുഖ്യമന്ത്രിക്ക് ഉന്നയിച്ചാൽ കേസ് കൊടുക്കാൻ പോലും കഴിയില്ല. കാരണം ശാരീരികമായി സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട മനുഷ്യനാണ് ജീവിക്കുന്ന ഞാൻ. അതുകൊണ്ട് ചരിത്ര ക്ഷുഭിതനായും വികാരപരമായും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ പ്രത്യയശാസ്ത്രപരമായ വിഷയങ്ങളെ മുഴുവൻ മാറ്റിവെക്കുക. ഞാൻ പറഞ്ഞു വെക്കട്ടെ, ഈ കേരളത്തിലെ വടക്കൻ കേരളം മുതൽ തെക്കൻ കേരളത്തിൽ വരാവുന്ന വികസനത്തിന്റെ ഭാഗമായൊക്കെ റോഡുകൾ സർവ്വതും തകർന്നില്ലേ? ഈ തകർന്ന് കേട്ടത് VS എന്താണ് പറഞ്ഞത്? VS പറഞ്ഞത് എന്താണ്? ഭൂമി എന്ന് പറഞ്ഞ സാധനം എന്തല്ല, അത് മനുഷ്യനിർമ്മിതമായ ഒന്നല്ല ഈ ഭൂമി. പകരം എന്താണ്? അത് ഈ പ്രകൃതിയുടെ ഭാഗമായുള്ള സാധനമാണ്. അതുകൊണ്ട് അതിനെ കൊല്ലരുത്. ആവർത്തിച്ച് പറഞ്ഞു കൊല്ലരുത്. ഈ കൊല്ലരുതെന്ന് പറഞ്ഞപ്പോഴാണ് വികസനം അതിന്റെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന സമസ്ത റോഡുകളും തകർന്നു ഇല്ലേ? എന്റെ വീട്ടിന്റെ അടുത്ത് പാണ്ഡ്യാലമുക്കിലെ 12 ഏക്കർ സ്ഥലത്ത് 15 കെട്ടിടമാണ് വരുന്നത്.